അമേരിക്ക തേടുന്ന രാജ്യാന്തര കുറ്റവാളി അലക്സേജ് ബെഷോക്കോവിന് കേരളത്തിൽ എന്താണ് കാര്യം? അവധി ആഘോഷിക്കാൻ അലക്സേജ് കുടുംബസമേതം എത്തിയത് തിരുവനന്തപുരം വർക്കലയിലാണ്. ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് ഇറക്കിയ കുറ്റവാളി ഇവിടെ എത്തിയത് അറിഞ്ഞത് മുതൽ CBIയുടെയും കേരള പോലീസിന്റെയും നിരീക്ഷണമുണ്ടായിരുന്നു. അവധി ആഘോഷം കഴിഞ്ഞ് റഷ്യയിലേക്ക് മടങ്ങാനുള്ള നീക്കത്തിനിടെ ലാത്വിയൻ പൗരനായ അലക്സേജിന് പിടിവീണു. ഭീകരർക്കുൾപ്പെടെ ക്രിമിനൽ സംഘങ്ങൾക്ക് കള്ളപ്പണം വെളുപ്പിക്കാൻ ഇടപെട്ട ക്രിപ്റ്റോ കറൻസി എക്സ്ചേഞ്ചിന്റെ സഹസ്ഥാപകനാണ് അലക്സേജ്. ഇന്റർപോളിന്റെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനലായ അലക്സേജിനെ പട്യാല കോടതിയിൽ ഹാജരാക്കും. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏറെ നടുക്കമുണ്ടാക്കിയൊരു വാർത്തയായിരുന്നു കഴിഞ്ഞ ദിവസം വർക്കലയിൽ നിന്നും വന്നത്. അതായത് വർക്കലയിൽ അവധി ആഘോഷിക്കാൻ വേണ്ടി ലാത്വിയൻ പൗരനായ അലക്സേജ്, രാജ്യാന്തര കുറ്റവാളിയായ അലക്സേജ് കുടുംബസമേതം എത്തുന്നു. പിന്നീട് ഇന്റർപോളിൻ്റെ വിവരം ലഭിക്കുന്നു. കേരള പോലീസ് പ്രതിയെ പിടികൂടുന്നു. അറിയേണ്ടത്, ഇയാൾ എന്തിനാണ് കേരളത്തിലെത്തിയത്? ഇയാളുടെ ഒരു ഒളിസങ്കേതം ലക്ഷ്യമിട്ടാണോ എത്തിയത്? കേരളത്തിലെ ആരെങ്കിലുമായി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭീകര ബന്ധം ഇയാൾക്കുണ്ടായിരുന്നോ? തുടങ്ങിയ എന്തൊക്കെ വിവരങ്ങളാണ് പോലീസിന് ഇയാളെ ചോദ്യം ചെയ്തതെന്നും വ്യക്തമായിരിക്കുന്നത് വിനോദ്? ടോം, ഈ അലക്സേജിനെ കുറിച്ച് കേന്ദ്ര ഏജൻസികൾക്ക് ഇന്റർപോളിൽ നിന്നാണ് വിവരം ലഭിക്കുന്നത്. ഇന്റർപോൾ നേരത്തെ തന്നെ റെഡ് കോർണർ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അമേരിക്ക കേന്ദ്രീകരിച്ച് തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു അവർ കണ്ടെത്തിയ കുറ്റം. അങ്ങനെ ആ അമേരിക്കയുടെ ഇടപെടലുണ്ടാകുകയും ഇയാളെ പിടികൂടാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. തുടർന്നാണ് ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് പുറത്തു വരുന്നത്. കേരളത്തിലുണ്ട് എന്ന വിവരം CBIക്ക് ലഭിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവിയുമായി ബന്ധപ്പെടുകയും തുടർന്ന് വർക്കല പോലീസിന്റെ സഹായത്തോടുകൂടി വർക്കലയിലെ ഒരു ഹോം സ്റ്റേയിൽ നിന്ന് അലക്സേജിനെ പിടികൂടുകയുമായിരുന്നു. ഇയാൾ ക്രിപ്റ്റോ കറൻസി ഇടപാടുകൾ നടത്തിയാണ് ഈ തട്ടിപ്പ് വ്യാപകമായി നടത്തിയത്. അതായത് ലോകവ്യാപകമായി തന്നെ തട്ടിപ്പ് നടത്തുന്ന ഒരു ശൃംഖലയുടെ ഭാഗമായിരുന്നു ഇവർ. റഷ്യ കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിച്ചിരുന്നത്. ഗ്യാരൻടെക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ഇയാളുടെ പങ്കാളി കൂടിയുണ്ട്. രണ്ടുപേർ ചേർന്നാണ് ഈ സ്ഥാപനം നടത്തിയത് എന്ന വിവരമാണ് ലഭിക്കുന്നത്. പട്യാല കോടതി നേരത്തെ ഇയാൾക്ക് വേണ്ടി വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് CBIയിലേക്ക് വന്നു ചേർന്നത്. ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഉണ്ടായിരുന്നു. തുടർന്ന് ഇയാൾ ലോകത്തെ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിക്കുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. റഷ്യൻ ചാര സംഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ബന്ധമുണ്ടെന്നുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരും. ഇയാൾ കുടുംബസമേതമാണ് വർക്കലയിൽ താമസിച്ചിരുന്നത്. ഒരാഴ്ച മുൻപ് ഈ കുടുംബാംഗങ്ങൾ നാട്ടിലേക്ക് മടങ്ങിയിരുന്നു. അതേസമയം ബെഷോക്കോവ് ഇവിടെ തന്നെ തുടരുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇയാൾക്കെതിരെയുള്ള കുറ്റങ്ങൾ അത് നേരത്തെ തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഭാഗമായ ഒരു വാർത്താക്കുറിപ്പ് നേരത്തെ പുറത്തു വന്നിരുന്നു. ഇയാളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പറയുന്നത് ഈ കള്ളപ്പണം വെളുപ്പിച്ചു, തീവ്രവാദ സംഘടനകൾക്ക് കള്ളപ്പണം വെളുപ്പിച്ചു കൊടുക്കുക, അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ട് അവരുടെ പണമിടപാടുകൾ നടത്തുക. നമുക്കറിയാം, ക്രിപ്റ്റോ കറൻസി ഏതെങ്കിലും ഒരു നിയതമായ രൂപത്തിലുള്ളതല്ല. വാലറ്റ് വഴിയൊക്കെ അതിന്റെ മൂല്യം നിശ്ചയിക്കുകയും ആ തരത്തിൽ അത് വാങ്ങുകയും ചെയ്യുന്നതാണ്. ബില്യൺ കണക്കിന് ഡോളറിന്റെ ഇടപാടുകൾ നടത്തി. അമേരിക്കയിൽ മാത്രം ഏതാണ്ട് 1.5 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യൻ പണം അനുസരിച്ചുള്ള ഒരു തട്ടിപ്പാണ്. ആ തരത്തിലുള്ള സാമ്പത്തിക തിരിമറി നടത്തി എന്നതാണ് പ്രധാനപ്പെട്ട കുറ്റം. മറ്റ് സാമ്പത്തിക തട്ടിപ്പുകളും നടത്തിയതായി മനസ്സിലാക്കുന്നുണ്ട്. ഏതായിരുന്നാലും ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ് കേരളത്തിലേക്ക് എത്തുന്നത്. വിനോദസഞ്ചാരം എന്നതിനപ്പുറത്തേക്ക് ഇയാൾ ലോകത്തിൽ പല സ്ഥലങ്ങളിലായി മാറി മാറി താമസിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. റഷ്യയുടെ പിന്തുണ ഇയാൾക്കുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ചുള്ള ചില സംശയങ്ങളുണ്ട്. കാരണം ആ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട് റഷ്യൻ ചാരസംഘടനയുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് ചില ബന്ധങ്ങളുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകൾ പുറത്തു വരുന്നുണ്ട്. റഷ്യൻ ചാരസംഘടനയുമായി പ്രതിക്ക് ബന്ധമുണ്ടെന്ന സൂചനകളൊക്കെ പുറത്തു വരുന്നുണ്ട്. ഇതോടൊപ്പം വിനോദ്, ഈ ഡാർക്ക് നെറ്റിൽ മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായി ഈ അലക്സേജ് ബന്ധം സ്ഥാപിച്ചിരുന്നു എന്ന ചില വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന്, പോലീസിനൊക്കെ ലഭിച്ചിട്ടുണ്ടല്ലോ. പ്രത്യേകിച്ച് നമ്മൾ ഈ അടുത്തിടെ കേരളത്തിലൊരു സാഹചര്യങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ വലിയ രീതിയിൽ വിദേശ രാജ്യങ്ങളിൽ നടക്കാൻ കേരളത്തിലേക്ക് ലഹരി എത്തുന്നുണ്ട്. അത് കൊറിയർ വഴിയും മറ്റു പല രീതിയിലും വിമാനമാർഗവുമൊക്കെ ലഹരി എത്തിക്കുന്നുണ്ട്. ഡാർക്ക് നെറ്റ് വഴിയാണ് ഈ സമീപ ദിവസങ്ങളിൽ കേരളത്തിൽ പിടിയിലായ പല ചെറുപ്പക്കാരും ഈ ഡാർക്ക് നെറ്റ് വഴിയാണ് കഞ്ചാവ് ജർമ്മനിയിൽ നിന്നും ഫ്രാൻസിൽ നിന്നുമൊക്കെ എത്തിച്ചതെന്ന വിവരങ്ങൾ ലഭ്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരമൊരു നീക്കങ്ങൾ സംശയിക്കണോ ഈ അലക്സേജിന്റെ കേരളത്തിലേക്കുള്ള വരവിന് പിന്നിൽ?
ടോം, ഈ അന്താരാഷ്ട്ര കുറ്റകൃത്യങ്ങളുടെ വലിയ ഒരു ശതമാനം ഇപ്പോൾ ഡാർക്ക് നെറ്റിലൂടെയാണ് എന്ന വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അത് മയക്കുമരുന്നാകട്ടെ, അല്ലെങ്കിൽ ആസൂത്രിതമായ കൊലപാതകങ്ങളാകട്ടെ, അങ്ങനെ പല കാര്യങ്ങൾ, അത് ഈ ദുർമന്ത്രവാദം മുതൽ പല കാര്യങ്ങളും, ഈ ബ്ലാക്ക് മാജിക്കിന്റെ ഒക്കെ വലിയ ശൃംഖല തന്നെ ഇതിനകത്ത് പ്രവർത്തിക്കുന്നു എന്ന തരത്തിൽ. മാത്രമല്ല, ഈ ഔഷധ കമ്പനികൾ അല്ലെങ്കിൽ മരുന്ന് കമ്പനികൾ, അവരുടെ തന്നെ ചില കമ്പനികൾ ഇങ്ങനെ മയക്കുമരുന്നുകൾ നിർമ്മിക്കുകയും അതിന്റെ വ്യാപനം നടക്കുക, തീവ്രവാദ പ്രവർത്തനം, ആയുധക്കടത്ത് തുടങ്ങി പല കാര്യങ്ങൾ ഡാർക്ക് നെറ്റിന്റെ ഭാഗമായി മാറിയിട്ടുണ്ട്. ലോകത്തെ തന്നെ ഒരുമിപ്പിക്കുന്ന ഒരു വലിയ ശൃംഖലയായി ഈ സംവിധാനം മാറുന്നു. അതിൽ നുഴഞ്ഞു കയറി പലപ്പോഴും സേനാ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അന്വേഷണ ഏജൻസികളുടെയൊക്കെ ചില ഇടപെടലുകൾ ഉണ്ടെങ്കിൽ തന്നെയും വളരെ നിഗൂഢമായി ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ഈ അധോലോക സംഘങ്ങൾ അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാഫിയകൾ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. അവിടെയാണ് ഈ പണത്തിന്റെയൊക്കെ ക്രിപ്റ്റോ കറൻസി, നമ്മൾ ഈ കള്ളപ്പണം വെളുപ്പിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഇന്ത്യൻ പണം അല്ലെങ്കിൽ ഡോളർ എന്നൊക്കെ പറയുന്നത് കാഴ്ചയിൽ ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ലാതെ മൂല്യം ഒരു സമാന്തര സാമ്പത്തിക മേഖല എന്ന നിലയ്ക്ക് ഇന്ത്യയിൽ അത് നിയമപരമല്ല, പക്ഷെ മറ്റ് പല രാജ്യങ്ങളിലും നിയമപരമാണ്. അതുകൊണ്ട് തന്നെ അതിന് വ്യാപകമായ ഒരു സ്വീകാര്യത കിട്ടുന്നുണ്ട്, പ്രചാരം നേടുന്നുണ്ട്. ആ തരത്തിലുള്ള ഒരു ഡിജിറ്റൽ പണമിടപാട് എന്ന നിലയ്ക്ക് തന്നെയാണ് കാര്യങ്ങൾ മാറുന്നത്. അവിടെയാണ് ഈ കള്ളപ്പണം വെളുപ്പിച്ചുകൊണ്ടുള്ള ഇവരുടെ ഈ സ്ഥാപനം, റഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന സ്ഥാപനത്തിന്റെ ഇടപെടൽ ഒരു സംശയനിഴലിലാകുന്നത് അമേരിക്കയിൽ നടത്തിയ സാമ്പത്തിക തട്ടിപ്പുകൾ. അവിടെയാണ് ചില അന്താരാഷ്ട്ര ബന്ധങ്ങൾ, അല്ലെങ്കിൽ റഷ്യൻ ചാരസംഘടനയുമായി ഇയാൾക്ക് ബന്ധമുണ്ട് എന്ന തരത്തിലുള്ള ചില സൂചനകളൊക്കെ പുറത്തു വരുന്നത്. ഏതായിരുന്നാലും ഇയാൾ ഈ ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് വന്നതോടുകൂടി പലയിടങ്ങളിലായി മാറി മാറി സഞ്ചരിക്കുന്ന ഒരു സ്ഥിതിയുണ്ടായിരുന്നു. അങ്ങനെയാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്, വർക്കലയിലേക്ക് എത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആരെങ്കിലുമായി ബന്ധമുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെ ഒരു സ്ഥിരീകരണമില്ല. വർക്കലയിൽ ഈ ഒരു ഹോം സ്റ്റേയിലാണ് കുടുംബസമേതം എത്തുന്നത്. അതിനുശേഷം അവർ കുറെ ദിവസം താമസിക്കുകയും ഒരാഴ്ച മുൻപ് ഈ കുടുംബാംഗങ്ങൾ മടങ്ങിപ്പോവുകയും ചെയ്തു. ഇയാളാകട്ടെ ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമായിരുന്നു. CBIക്ക് ഇയാൾ ഇവിടെ ഉണ്ട് എന്ന തരത്തിൽ ചില വിവരങ്ങൾ ലഭിക്കുകയും തുടർന്ന് തിരുവനന്തപുരം ജില്ലാ പോലീസുമായി ബന്ധപ്പെടുകയും കേരള പോലീസിനെ ബന്ധപ്പെടുകയും ജില്ലാ പോലീസ് മേധാവിക്ക് അത് സംബന്ധിച്ച നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വർക്കല പോലീസുമായി ബന്ധപ്പെട്ടാണ് ഇയാളെ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം ഇയാളെ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇനി പട്യാല കോടതിയിലേക്ക് കൊണ്ടുപോകണം. കാരണം കുടുംബാംഗങ്ങൾ തിരികെ റഷ്യയിലേക്ക് പോയി. പിന്നെ എന്തിനാണ് ഈ അലക്സേജ് കേരളത്തിൽ തുടർന്നത്? മറ്റാരുടെങ്കിലും സഹായം ഇയാൾക്ക് കേരളത്തിൽ ലഭ്യമായിരുന്നോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതില്ല. ഇപ്പോൾ നാളെ പട്യാല കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കേരള പോലീസ് ഈ അലക്സേജിനെ ചോദ്യം ചെയ്തോ അതോ നേരിട്ട് ദേശീയ അന്വേഷണ ഏജൻസികൾക്ക് പ്രതിയെ കൈമാറുകയാണോ ചെയ്തത്? ഇന്റർപോളിന് പ്രതികളെ കൈമാറാനുള്ള വ്യവസ്ഥ അത് നേരത്തെ തന്നെ ഇന്ത്യയുമായി ഉള്ളതാണ്. ഈ കുറ്റവാളികളെ കൈമാറുന്ന ഒരു രീതിയുണ്ട്. ഏതായിരുന്നാലും ഇന്റർപോളിന്റെ പരിധിയിലുള്ള ഒരു കേസാണ്. ഇന്റർപോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രതിയാണ്. റെഡ് കോർണർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ആ തരത്തിലുള്ള ഒരു അന്വേഷണമാണ്. സ്വാഭാവികമായും കേന്ദ്ര അന്വേഷണ ഏജൻസികളുമായി സഹകരിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമായിരിക്കും. ഇയാളുടെ ഇവിടേക്കുള്ള വരവ്, മറ്റ് കാര്യങ്ങൾ, അതായത് പാസ്പോർട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അത് കൂടുതൽ പാസ്പോർട്ട് ഉണ്ടോ, വ്യാജ പാസ്പോർട്ടുകൾ കയ്യിലുണ്ടായിരുന്നോ തുടങ്ങി ഒട്ടനവധി ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മാത്രമല്ല, ചെറിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ഒരാളല്ല, അന്താരാഷ്ട്ര കുറ്റവാളി എന്ന നിലയ്ക്ക് തന്നെ പറയാൻ കഴിയുന്ന തരത്തിൽ കോടികളുടെ ചെറിയ തുകയ്ക്കൊന്നുമല്ല വലിയ ഇടപാടുകൾ ഈ ക്രിപ്റ്റോ കറൻസി വഴി നടത്തുകയും അങ്ങനെ കള്ളപ്പണം വെളുപ്പിക്കുകയും ചെയ്തു എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് വരുന്നത്. അതോടൊപ്പം തന്നെ ഈ റഷ്യൻ ചാരസംഘടനയുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങൾ അതുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകൾ വരുന്നത്, അതിലെല്ലാം തന്നെ സ്ഥിരീകരണം ഉണ്ടാകണം. ഇന്ന് വൈകിട്ട് തിരുവനന്തപുരം ജില്ലാ പോലീസ് മേധാവി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. നമുക്ക് ആ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാകും. ടോം. തിരുവനന്തപുരത്ത് നിന്ന് VV വിനോദാണ് വിവരങ്ങൾ നൽകിയത്. ഈ രാജ്യാന്തര കുറ്റവാളി അലക്സേജിന്റെ കൂടുതൽ പങ്ക് ആരൊക്കെ, കേരളവുമായി ഇയാൾക്ക് എന്തെങ്കിലും ബന്ധമുണ്ടോ, ആരുടെങ്കിലും സഹായം ലഭിച്ചിരുന്നോ തുടങ്ങിയ കാര്യങ്ങളും പോലീസ് പരിശോധിക്കുന്നുണ്ട്.